ഒരു മഴ പെയ്യുമ്പോൾ ചെറിയൊരു മ്യൂസിക് ആയാലും അതിന്റെ ഒപ്പം ചെറിയൊരു ചായയും കൂടെ ആയാലും എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? ഇത് ഏതോ ഒരു സിനിമയിൽ ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്വർടൈസിംഗ് ആണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ബാക്കിലായിട്ട്. ഒരു അടിപൊളി അഡ്വർടൈസ്മെന്റ് ആണ്. ഇത് താജ്മഹൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഈ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുള്ളത്. അത് ടീ പൗഡർ കമ്പനിയാണ്. അപ്പൊ ഈ ടീ പൗഡർ കമ്പനി ഒരു അടിപൊളിയായിട്ടാണ് അവർ എൻവയോൺമെന്റ് കണക്ട് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ വേറെ വൈദ്യുതി ഒന്നും ഇല്ലാതെ തന്നെ അവര് ആ ഒരു മഴ പെയ്യുമ്പോൾ ആ മഴയിൽ മഴത്തുള്ളികൾ ആ ഒരു സ്പൂണിലോട്ട് വീഴുമ്പം അത് ആ ഒരു മ്യൂസിക് വർക്കാവുന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഇത് വളരെ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു ഈ ഒരു അഡ്വർടൈസിങ് കാണുമ്പോൾ. എന്ന് വെച്ചാൽ ഇത്രയും ക്രിയേറ്റീവായി, ഇത്രയും ടെക്നോളജിക്കൽ ക്രിയേറ്റീവായി എങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇവര് ചെയ്തത്. എന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം ഒരു എക്സ്പെൻസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ അവിടെ ഫുട്ബോൾ അത്രയും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇത് മാസീവായിട്ട് എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കാം, അത് ഞാൻ നല്ലൊരു വീഡിയോ ക്രിയേഷൻ ചെയ്തു. നന്നായിട്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അവര് ഓൺലൈനിൽ ഇട്ടു എന്നുള്ളതാണ്, ഓൺലൈനിൽ കാണിച്ചു. അപ്പം അതിലൂടെ ഇവരുടെ ബ്രാൻഡ് വാല്യൂ അത്രയും ഇൻക്രീസ് ആയി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാകാറില്ല. എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മീഡിയത്തിൽ മാത്രം അഡ്വർടൈസിങ് ചെയ്യുന്നതല്ല. ഇതൊരു വളരെ വ്യക്തമായിട്ടുള്ളൊരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് അവര് ഈ ഒരു അഡ്വർടൈസിങ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതില് വളരെ വലിയൊരു എക്സ്പെൻസ് ഉണ്ടാവും. എന്നാൽ തന്നെയും ഈ ഒരു എക്സ്പെൻസിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവര് ഡിജിറ്റലും കൂടെ ഇത് ചെയ്തത്. എന്ന് വെച്ചാൽ അതിനും അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് ആണ്, ഇത് വീഡിയോ ക്രിയേഷനും മറ്റു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ടി. അപ്പൊ അതും എക്സ്പെൻസ് മീറ്റ് ചെയ്തുകൊണ്ട് അവർ നല്ലൊരു വീഡിയോ ക്വാളിറ്റിയിൽ അവർ ഡിജിറ്റലിയും ഈ ഒരു ഔട്ട്ഡോർ അഡ്വർടൈസിങ് അവർ കാണിച്ചു എന്നുള്ളതാണ് ഇവരുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പലരും ഒരിക്കലും അഡ്വർടൈസിങ് കമ്പനീസിന്റെ പ്രശ്നമല്ല, ഈ പറയുന്ന ബിസിനസ് പീപ്പിൾസിന്റെ മൈൻഡ് സെറ്റ് ആണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവര് ബാർഗെയിൻ ചെയ്തുകൊണ്ടാണ് ഓരോ അഡ്വർടൈസ്മെന്റ് അവർ മീറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇതിന് ഇത്ര എമൗണ്ട് ആണോ, ഇത്ര എമൗണ്ടിന് അഡ്വർടൈസിങ് ചെയ്യാം, ഔട്ട്ഡോർ അഡ്വർടൈസിങ് ചെയ്യുന്നത് നഷ്ടമാണെന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവർ അഡ്വർടൈസിങ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അഡ്വർടൈസിങ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോവുകയാണ് ഓരോ അഡ്വർടൈസിങ് കമ്പനീസ്. ഇതുപോലെ തന്നെ കുറെ ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ്, ഗൊറില്ല മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന അഡ്വർടൈസിങ് മെത്തേഡ്സ് ഉണ്ട്. ബ്രാൻഡിന് അത്രയും നല്ലൊരു വാല്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള അഡ്വർടൈസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പം ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.